കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഒരു ദിവസം ഈശോ തിബേരിയൂസ് എന്നും കൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് ശിഷ്യന്മാരോടൊപ്പം യാത്രയായി. ഈശോ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരുപാട് മനുഷ്യര് ഈശോയെ അന്വേഷിച്ച് വരികയാണ്. പല ആവശ്യങ്ങൾക്കാകാം, പക്ഷെ എന്നാലും ഈശോയെ അന്വേഷിച്ച് ഒരുപാട് പേര് വരുന്നു എന്നുള്ളത് ഈശോ മിഴികൾ ഉയർത്തി അത് കാണുകയാണ്. തിരുവചനത്തിൽ യോഹന്നാൻ ഇങ്ങനെ കുറിച്ചു വയ്ക്കുകയാണ്: തൻ്റെ അടുത്തേക്ക് വരുന്നത് ഈശോ കണ്ടു. അതിനു മുൻപത്തെ ഒരു അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബെത്സേദ എന്ന് വിളിക്കപ്പെടുന്ന ആ കുളത്തിൻ്റെ അരികിൽ ധാരാളം രോഗികൾ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ യേശു അവിടെ 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരുവൻ കിടക്കുന്നത് യേശു കാണുകയാണ്. ഒരുപാട് രോഗികൾ അവിടെയുണ്ട്, പക്ഷെ ഈശോ ഒരാളെ മാത്രം കാണുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ തിരുനാളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആഘോഷങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മളെ കണ്ണിനെ ഒരുപാട് ആനന്ദകരമായ കാഴ്ചകൾ ഇഷ്ടം പോലെ ഉണ്ടായാലും നമ്മുടെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഔദാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പാവപ്പെട്ട രോഗികളായ ഒരുപാട് മനുഷ്യരും നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ അവർ നിലത്തിരുന്ന് ഭിക്ഷ യാചിക്കുന്നവരാകാം. പലവിധ രോഗത്താൽ അവർ വേദനിച്ച് അവർക്ക് നടക്കാനോ ഇരിക്കാനോ കഴിയാത്ത മനുഷ്യരുണ്ടാകാം. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഔദാര്യത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈശോ അവരെ കാണുകയാണ്. നമ്മൾ സത്യത്തിൽ അവരെ കാണാനല്ല പോകുന്നത്, നമ്മൾ ആഘോഷങ്ങൾ പങ്കെടുക്കുവാനും ആ സന്തോഷത്തിൽ പങ്കുചേരാനാണ് പോകുന്നത്. പക്ഷെ ഈശോ പോകുന്നത് ഈ പാവപ്പെട്ട മനുഷ്യരെ, വേദനിക്കുന്ന മനുഷ്യരെ കാണാൻ വേണ്ടി പോവുകയാണ്. ബെത്സേദ എന്ന് വിളിക്കപ്പെടുന്ന ആ കുളക്കരയിൽ 37 വർഷമായിട്ട് കിടക്കുന്ന ആ രോഗിയാണ് ഈശോ കാണുന്നത്. അവിടെ ഒരുപാട് രോഗികൾ, ഒരുപാട് മനുഷ്യരുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെയും ജീവിതത്തിൽ കർത്താവ് നമ്മെ കാണുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് വേദനിക്കുമ്പോൾ, ഞാൻ ഒരുപാട് സങ്കടപ്പെടുമ്പോൾ എൻ്റെ ഈശോ എന്നെ കാണുന്നു. ആ വലിയൊരു കാഴ്ചപ്പാട് നമ്മൾ സ്വന്തമാക്കിയാൽ, എന്നെ ദൈവം കാണുന്നുണ്ട് എന്നുള്ള ആ വലിയ ബോധ്യം ഉണ്ടായാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരു മുന്നോട്ട് പോകാൻ ഒരു വലിയ പ്രത്യാശയാണ്, പ്രതീക്ഷയാണ്. ആ ദൈവം കാണുന്ന ദൈവം നമ്മെ സഹായിക്കും. അതാണ് അവൻ്റെ പ്രത്യേകത. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നിയഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നിയഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും